ഇപ്പോൾ ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയും കേസുമായിട്ട് മുന്നോട്ട് നമ്മൾ ഒത്തിരി പോകേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? ഛത്തീസ്ഗഡിലെ ദുർഗിലെ 2 സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ആ ജാമ്യം നൽകിയിരിക്കുന്നത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സ്റ്റേഷനിൽ ഹാജരാകണമെന്നും 50,000 രൂപ കെട്ടിവെച്ച് ജാമ്യത്തുക നൽകി ജാമ്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ FIR ക്വാഷ് ചെയ്യാതെ, ഈ കേസ് പിൻവലിക്കാതെ ഈ കേസിൽ നിന്നൊരു മോചനം അവർക്കുണ്ടാകില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സഹോദരിമാരുടെ അറസ്റ്റ് മാത്രമല്ല ഞങ്ങളുടെ വിഷയം. ഇതിനകം തന്നെ 4600-ലധികം കേസുകൾ ക്രൈസ്തവർക്കെതിരായി കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. ഇത് ഒരു തുടർക്കഥയായി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിഷേധ ജ്വാല ഇന്ന് ഇവിടെ ഉയരുക. ഒപ്പം ഈ കേസുമായി മുന്നോട്ട് പോകാൻ എല്ലാവിധ പിന്തുണയും ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഭാഗത്ത് നൽകുമെന്നുകൂടി ഞങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നു. ഇവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിയവർക്കും കൂടി മാതൃകാപരമായ രീതിയിലൊരു ശിക്ഷ ലഭിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതി വ്യവസ്ഥയുണ്ട്, നിയമവ്യവസ്ഥതയുണ്ട്. ആ നീതിയും നിയമവും ഇവിടെ നടപ്പിലാക്കാനായിട്ടുള്ള ന്യായാധിപന്മാരുണ്ട്, നിയമപാലകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ നടപ്പിൽ വരുത്തേണ്ട ഒരു നീതി, അത് ആൾക്കൂട്ട വിചാരണയിലൂടെ ജനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും അംഗീകരിക്കാൻ നമുക്കാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ ആൾക്കൂട്ട വിചാരണ നടത്തിയ അതിൻ്റെ ബജ്രദംഗൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് കൃത്യമായ നീതി, അവർ നിഷേധിച്ച നീതി അവർക്കും നിഷേധിക്കണമെന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. താങ്ക് യു.